ഇന്ന് ചൂര്യണ്ണന്റെ ഒരു ഗംഭീര പടത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമ്മുടെ ചൂര്യണ്ണന്റെ 8ാമത്തെ തിരിച്ചുവരവാണ് ഈ പടം. നമ്മുടെ ചൂര്യണ്ണൻ ഒരു അനാഥനാണ് ഗൈസ്. ചെറുപ്പത്തിൽ നമ്മുടെ താനോസ് മാമൻ്റെ ഭാര്യ നമ്മുടെ ചൂര്യണ്ണനെ എടുത്തു വളർത്തും. നമ്മുടെ ചൂര്യണ്ണന് ചെറുപ്പം തൊട്ട് ചിരിക്കാൻ പറ്റില്ല ഗൈസ്. അപ്പം നമ്മുടെ താനോസ് മാമൻ്റെ ഭാര്യയും കൂടിയിട്ട് ജോക്കറിനെയൊക്കെ വെച്ചിട്ട് ചിരിപ്പിക്കാൻ നോക്കും. പക്ഷെ നമ്മുടെ ചൂര്യണ്ണൻ ചിരിക്കില്ല ഗൈസ്. നമ്മുടെ ചൂര്യണ്ണനെ ചിരിപ്പിക്കാനാണെങ്കിൽ നമ്മുടെ രാജുവേട്ടനെ വിളിച്ചാൽ പോരാ, 2 മിനിറ്റ് കൊണ്ട് ചിരിപ്പിച്ചാനേ നമ്മുടെ ചൂര്യണ്ണനെ. പിന്നെ കുറച്ചാൾ കഴിയുമ്പോൾ നമ്മുടെ ചൂര്യണ്ണന്റെ അമ്മ മരിക്കും ഗൈസ്. അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു ആ കണ്ണീരിൽ. അമ്മ മരിച്ചിട്ട് നമ്മുടെ ചൂര്യണ്ണനാകെ സാഡായിട്ട് ഇരിക്കണ പൂജേച്ചി അങ്ങോട്ട് വരും. പൂജേച്ചി വന്നിട്ട് നമ്മുടെ ചൂര്യണ്ണന്റെ വയറ് നോക്കുമ്പോൾ വയറും ഒരു വേല്. അത് കാണുമ്പോൾ നമ്മുടെ പൂജേച്ചിക്ക് ക്രഷ് അടിക്കും. ഗായ്സ്, ഇനി നിങ്ങളുടെ ക്രഷിനെ ഇമ്പ്രസ് ചെയ്യാനായിട്ട് നിങ്ങൾ ബാഗി പാൻസ് ഓവർ സൈസ് ടീഷർട്ട് ഇടേണ്ട കാര്യമില്ല. ഒരു കോമ്പസ് എടുക്കുക, വയറ്റിൽ ഒരു വേലി വരയ്ക്കുക, നമ്മുടെ ക്രഷൊക്കെ പിന്നാലെ വരും. പിന്നെ നമ്മുടെ ചൂര്യണ്ണൻ നമ്മുടെ താനോസ് മാമൻ്റെ കൂടെ കൂടിയിട്ട് വലിയ ഡോണാവും. പിന്നെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് നമ്മുടെ കുഞ്ഞു ചൂര്യണ്ണൻ വലിയ ചൂര്യണ്ണനാവും. ഒരു ദിവസം നമ്മുടെ ചൂര്യണ്ണൻ പട്ടി സാറിന് കുത്തിവെപ്പ് എടുക്കാനായിട്ട് മൃഗാശുപത്രിക്ക് പോവും. അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മുടെ പട്ടി സാറ് നമ്മുടെ ചൂര്യണ്ണൻ്റെ മേത്തേക്ക് മൂത്രം ഒഴിക്കും. അപ്പം നമ്മുടെ ചൂര്യണ്ണൻ്റെ ഷട്ടൂരുമ്പോൾ നമ്മുടെ ചൂര്യണ്ണൻ്റെ വേല് നമ്മുടെ പൂജേച്ചി കാണും. അപ്പോൾ പൂജേച്ചിക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മ വരും. അപ്പം എന്നെ ഒരു കെട്ടിപ്പിടിക്കും, കല്യാണം കഴിക്കാൻ തീരുമാനിക്കും. ചൂര്യണ്ണനെ എന്നിട്ട് ഗുണ്ടായിസ് നിർത്തിയിട്ട് പൂജേച്ചിനെ കല്യാണം കഴിക്കും. എന്നിട്ട് നമ്മുടെ താനോസ് മാമനും ചൂര്യണ്ണനും കൂടി കല്യാണത്തിൻ്റെ അന്ന് അടിയാവും. എന്നിട്ട് താനോസ് മാമൻ്റെ കൈ ചൂര്യണ്ണൻ വെട്ടും. ചൂര്യണ്ണനെ എന്നിട്ട് പോലീസ് അറസ്റ്റ് ചെയ്യും. എന്നിട്ട് ചൂര്യണ്ണൻ ജയിലിൽ പോവും. പിന്നെ ജയിലിൽ കോമാളിത്തരം കാണിക്കാൻ വേണ്ടി നമ്മുടെ മേട്ടൻ വരും. മേട്ടൻ വന്നിട്ട് ജയിലിലെ ക്രിമിനൽസിനെ കോമാളിത്തരം കാട്ടിയിട്ട് ചിരിപ്പിക്കും. ഇതൊക്കെ നമ്മുടെ കൈ കിട്ടണമായിരുന്നു. അടിച്ച് കാലക്ക് കൈ കൊടുത്തേനെ ഇല്ലടാ. മേട്ടന്റെ കോമാളിത്തരം കണ്ടിട്ട് നമ്മുടെ ചൂര്യണ്ണൻ ഇംപ്രസ് ആവും. എന്നിട്ട് നമ്മുടെ ചൂര്യണ്ണൻ ജയിലിൽ ചാടും. എന്നിട്ട് നമ്മുടെ മേട്ടനെയും കൂട്ടിയിട്ട് നമ്മുടെ ചൂര്യണ്ണൻ ഒരു പട്ടിക്കാട്ടിക്ക് പോയിട്ട് അവിടെ സർക്കസ് കമ്പനി സ്റ്റാർട്ട് ചെയ്യും. ആ സർക്കസ് കമ്പനിയിലെ കോമാളിയാണ് നമ്മുടെ ചൂര്യണ്ണൻ എന്നിട്ട് ഓരോ കോമാളിത്തരം കാണിക്കും ആൾക്കാരെ ചിരിപ്പിക്കാനായിട്ട്. രാവിലത്തെ ബസ്സിൽ കയറി എറണാകുളത്ത് പോവണ്ടേ, ഇവിടെ എന്താ ജോലി? പിന്നെ അവിടെ വെച്ച് നമ്മുടെ ചൂര്യണ്ണൻ പൂജേച്ചിനെ കാണും. പൂജേച്ചി നമ്മുടെ ചൂര്യണ്ണനെ കാണുമ്പോൾ പിണങ്ങി പോവും. അപ്പൊ പിണക്കം മാറ്റാനായിട്ട് ചൂര്യണ്ണൻ കൂടെ പോവും. മൊഞ്ചത്തി പെണ്ണേ, ഈ അവിടെ നിക്കുന്ന ഞമ്മളൊന്ന് കണ്ടോട്ടെ. ഈ ഹാഫ് സാരിയിൽ എന്നെ കാണാൻ എന്ത് മൊഞ്ചാണെന്നറിയോ? പൂജേച്ചി എന്നിട്ട് ചൂര്യണ്ണനോട് ഒരു ആഗ്രഹം പറയും. ചൂര്യണ്ണനോടൊന്ന് ചിരിക്കാൻ പറയും. അപ്പം ചൂര്യണ്ണന് ചിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ചൂര്യണ്ണൻ ചിരിക്കാനായിട്ടുള്ള ട്രെയിനിങ് ചെയ്യും. ചൂര്യണ്ണനെ എന്നിട്ട് ട്രെയിനിങ് കഴിഞ്ഞിട്ട് ചിരിക്കാൻ പഠിക്കും. എന്നിട്ട് പൂജേച്ചീനെ നോക്കി ചിരിക്കും. അപ്പം പൂജേച്ചിയുടെ പിണക്കം മാറും. എന്റെ കൽബിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരി. ഒരു ദിവസം പഞ്ചായത്തിലുള്ള റൗഡി പൂജേച്ചിനെ ശല്യം ചെയ്യുന്നത് ചൂര്യണ്ണൻ കാണും. എന്നിട്ട് ആ റൗഡീനെ ഇടിക്കാനായിട്ട് ചൂര്യണ്ണൻ പോവും. ചൂര്യണ്ണൻ ജയിലിൽ വെച്ചിട്ട് ഇന്ത്യൻ താരത്തേനെ പരിചയപ്പെട്ടിട്ട് ആളുടെ നിന്ന് ഒരു മർമ്മം പഠിച്ചിട്ടുണ്ട്. ആ മർമ്മം വെച്ചിട്ട് ആ റൗഡീനെ ഇടിച്ചു കൂട്ടും. പിന്നെ ആ റൗഡിക്ക് എണിക്കാൻ പോലും പറ്റില്ല. എന്നാലും ഞാൻ പഠിപ്പിച്ചതൊന്നും നീ മറന്നില്ലല്ലോ. അത് മതി. ഈ ഗുരുവിന് തിരുപ്പതിയായി. ചൂര്യണ്ണൻ ആ പഞ്ചായത്തിലെ റൗഡീനെ തല്ലിയ കാരണം ആ പഞ്ചായത്തിലെ വലിയ ഡോണ് നമ്മുടെ ചൂര്യണ്ണനോട് റിവെഞ്ച് ചെയ്യാനായിട്ട് വരും. ചൂര്യണ്ണനെ തല്ലാൻ കുറച്ച് ഗുണ്ടകൾ വരും. എന്നിട്ട് ചൂര്യണ്ണനെ അവരെ തല്ലും. അത് നമ്മുടെ പൂജേച്ചി കാണും. പൂജേച്ചി കാണുമ്പോൾ ശരിയെന്നാ നിങ്ങൾ തല്ലിയില്ലേ, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് പിണങ്ങി പോവും. ചൂര്യണ്ണൻ കിടന്ന് കരയുന്നത് നമ്മുടെ ആടെണ്ണം കാണും. എന്നിട്ട് ആടെണ്ണം പറയും, ഞാൻ നാപ്തോളിൽ നിന്ന് ഒരു ഗ്ലാഡിയേറ്ററിന്റെ പെട്ടിക്കട സെറ്റപ്പ് ആയിട്ടുള്ള ഒരു സാധനം വാങ്ങിയിട്ടുണ്ട്. അവിടെ വെച്ച് നമ്മൾ ഫൈറ്റ് നടത്താറുണ്ട്. നാപ്തോളിൽ നിന്ന് വാങ്ങിയ ഗ്ലാഡിയേറ്റർ ആയ കാരണം ആയുധങ്ങളൊക്കെ റബ്ബർ കൊണ്ടാണെന്ന് നമുക്ക് പറയും. ചൂര്യണ്ണൻ എന്നിട്ട് സമ്മതിച്ചിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് പോവും. ചൂര്യണ്ണൻ എന്നിട്ട് പറയും, ഞാൻ ഇവന്മാരെ ഒറ്റയ്ക്ക് ഇടിച്ചോണ്ട് എനിക്ക് ആരുടെയും സഹായം വേണ്ടെന്ന് പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് ഇടിക്കാനായിട്ട് പോവും.
തല്ലടാ തല്ലടാ ഒന്ന് തല്ലി നോക്കടാ. എന്റെ പിള്ളേർക്ക് അച്ഛനില്ലാണ്ടാക്കരുത്. സൂര്യണ്ണൻ എന്നിട്ട് ദേഷ്യം കയറിയിട്ട് ഒരൊറ്റടി അവന്മാരൊക്കെ പറന്നു പോവും. കാലത്ത് തല്ലൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ സൂര്യണ്ണൻ ബീച്ചിൽ കാറ്റും കൊണ്ടിരിക്കുമ്പോൾ കാലത്ത് തല്ലിയവന്മാർ വന്നിട്ട് നമ്മുടെ സൂര്യണ്ണനെ തല്ലും. അപ്പം നമ്മുടെ സൂര്യണ്ണൻ്റെ വയറ് കാട്ടും. സംഭവം എന്നിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂര്യണ്ണൻ്റെ വയറിൻ്റെ അവിടെയുള്ള ഷൂലുണ്ടല്ലോ, ആ ഷൂലുള്ള ആളാണ് ഈ പഞ്ചായത്തിനെ രക്ഷിക്കാമെന്ന് ഏതാണ്ട് സ്വാമി പണ്ട് പറഞ്ഞിട്ടുണ്ടെന്ന് ആ നാട്ടുകാർ സൂര്യണ്ണനോട് പറയും. സൂര്യണ്ണൻ ഇത് കേൾക്കുമ്പോൾ ഈ പഞ്ചായത്തിനെ രക്ഷിക്കാമെന്ന് പറഞ്ഞിട്ട് ആ റൗഡികളെ തല്ലാനായിട്ട് പോവും. സൂര്യണ്ണൻ എന്നിട്ട് സൂര്യണ്ണൻ്റെ വയറ് ആ ഗുണ്ടകൾക്കൊക്കെ കാട്ടി കൊടുക്കും. അപ്പം അവന്മാർ സൂര്യണ്ണൻ്റെ മേത്തേക്ക് വെടിവെക്കാൻ പറയും. എന്നിട്ട് വെടിവെക്കും. എന്നിട്ട് സൂര്യണ്ണൻ്റെ ആൾക്കാർ ആ റബ്ബർ ഷീൽഡ് വെച്ചിട്ട് ആ വെടിയൊക്കെ തടയും. നിങ്ങൾ ചോദിക്കും അതെങ്ങനെ നടക്കാമെന്ന്. കാരണം ഇതൊരു പേട്ടപ്പടാണ്. സൂര്യണ്ണൻ എന്നിട്ട് ആടണ്ണനെ എടുത്തിട്ട് തൂക്കും. പിന്നെ രാത്രിയായിട്ട് പടം തീരാറാവുമ്പോൾ നമ്മുടെ താനോസ് മാമൻ വന്നിട്ട് നമ്മുടെ ആടണ്ണനെ രക്ഷിക്കും. പിന്നെ ഇവർ രണ്ടുപേരും കൂടിയിട്ട് നമ്മുടെ സൂര്യണ്ണനെ വെടിവെക്കാനായിട്ട് പോവും. അപ്പം നമ്മുടെ സൂര്യണ്ണൻ മുളവടി കൊണ്ട് ഉണ്ടാക്കിയ ബസൂക്ക വെച്ചിട്ട് അവന്മാരെയൊക്കെ പേടിപ്പിക്കും. നമ്മുടെ സൂര്യണ്ണൻ്റെ ഗ്യാങ്ങിൻ്റെ മുളവടി കൊണ്ട് ഉണ്ടാക്കിയ ബസൂക്ക കണ്ടിട്ട് അവന്മാരൊക്കെ പേടിച്ച് ഓടും ഗൈസ്. പിന്നെ നമ്മുടെ സൂര്യണ്ണൻ പൂജേച്ചിനെ കല്യാണം കഴിക്കും. പിന്നെ നമ്മുടെ മേട്ടൻ നമ്മുടെ താനോസ് മാമനോട് പറയും, ഇന്നലെ വെടിവെച്ച ബസൂക്ക ഉണ്ടല്ലോ അതിൽ ഒരെണ്ണം മാത്രം ഒറിജിനൽ, ബാക്കിയെല്ലാം മുളവടിയാന്ന് പറയും. പൊട്ടനായിരുന്നു ഞാൻ പാട്ടുപാടാൻ. അങ്ങനെ പടം കഴിഞ്ഞു.